ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമുക്കിതിന് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 1.25 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. ഫ്രഷ് മിൽക്കാണ് കേട്ടോ, തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര മധുരം നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വരെ നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. അപ്പോൾ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ കുറച്ച് പാലിലൊന്ന് കലക്കിയിട്ട് ഒഴിച്ചാലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാണ്ട് ഇളക്കിയിട്ടൊന്ന് മിക്സാക്കിയിട്ട് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ ഏകദേശം കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് അങ്ങോട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, നമുക്കിങ്ങനെ ഒഴിച്ചെടുക്കാൻ പാകത്തിന് ആ ഒരു പരുവത്തിന് മതി. ആ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ, വാനില എസൻസിൻ്റെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാട് കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാകം വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ചൂടിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. ബട്ടർ ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ബട്ടർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സെറ്റായി കിട്ടും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടും. ബട്ടറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ് കേട്ടോ. ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണുള്ളത് അതെടുത്താൽ മതി കേട്ടോ. ഒറിയോ ബിസ്ക്കറ്റ് ആണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ പ്ലെയിൻ ആയിട്ടുള്ള ബിസ്ക്കറ്റാണ്, ക്രീം ബിസ്ക്കറ്റൊന്നും അല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ട്രേ എടുത്തിട്ട് ഏത് ട്രേയിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു ട്രേ എടുത്തിട്ട് ഓരോ ബിസ്ക്കറ്റും കുറച്ച് പാലിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എങ്ങനെ വേണേലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പാലിലൊന്ന് മുക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഓരോ ബിസ്ക്കറ്റും ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ സൈഡിലും അതുപോലെ അടിഭാഗത്തും നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പാലിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെറും പാലിലാണ് മുക്കിയെടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആയത് കാരണം തന്നെ നമ്മൾ വേറെ ഫ്ലേവറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഉണ്ടല്ലോ, ആ ക്രീം കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ നമ്മൾ ബിസ്ക്കറ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ലെയറിൻ്റെ മുകളിൽ വെക്കുന്ന ബിസ്ക്കറ്റ് നമ്മളിങ്ങനെ പാലിൽ മുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് അതിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് തന്നെ സോക്കായിക്കോളും. അപ്പോൾ ഒരു ലെയർ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ക്രീമും കൂടെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റ് ബാക്കിയുള്ള ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ട് അതാണ് ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. പാല്, കോൺഫ്ലവർ ഇതൊക്കെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന തന്നെ ആയിരിക്കും. പിന്നെ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ബിസ്ക്കറ്റും സാധാരണ ഉണ്ടാവും. നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക കേട്ടോ. ഞാൻ ഇവിടെ വളരെ കുറഞ്ഞ സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ, സമയമില്ലാത്ത കാരണം തന്നെ. പിന്നെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കണേ അങ്ങനെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല ഈസിയും ടേസ്റ്റിയും ഒക്കെ ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.